എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് SIR ലിസ്റ്റിൽ നിന്ന് പോയ മണ്ഡലമാണ് തൃക്കാക്കര. അപ്പോൾ കോൺഗ്രസ്സുകാർ വളരെ കൺസേൺ ആണത്. അല്ല, കാരണം അവിടെ ഒരു അട്ടിമറി നടന്നേക്കാന്നുള്ള ഭയം ഉണ്ട് കേട്ടോ അവർക്ക്. കാരണം ഈ പക്ഷെ അവരെ ഉമാ തോമസിനെ മാറ്റി നിർത്താനും ഹെവി വെയിറ്റ് കാൻഡിഡേറ്റ്സ് ഇപ്പം നമ്മൾ അവിടെ KC വേണുഗോപാലിൻ്റെയും VD സതീശിൻ്റെയും അടക്കം VD സതീശൻ മാറുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഒരു നെഗറ്റീവ് മെസ്സേജ് ആയി പോകും. അതുകൊണ്ട് അതല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ അടക്കം പേര് ഇവിടെ തൃക്കാക്കര പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ കളമശ്ശേരിയിലെ പി രാജീവിൻ്റെ വലിയ ചലഞ്ചിങ് ആണെന്നുള്ള വലിയ വർത്തമാനം. കാരണം കളമശ്ശേരി മണ്ഡലത്തിൽ ഈ പറഞ്ഞ ലീഗിന്റെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകന് കൊടുക്കാമെന്ന് ലീഗ് തത്വത്തിൽ സമ്മതിച്ചു. പക്ഷെ അയാൾക്കെതിരെയുള്ള കോൺഗ്രസ്സുകാരുടെ എതിർപ്പ്, പിന്നെ പ്രാദേശിക എതിർപ്പ്. പിന്നെ ഒരു കാര്യം, അവിടെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ജമാൽ മടക്കാരൻ മുതൽ മുഹമ്മദ് ഷിയാസ് പോലുള്ള ആളുകൾക്ക് താല്പര്യമുള്ള മണ്ഡലമാണത്. അവിടെ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് വോട്ടില്ല. കളമശ്ശേരി മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് വോട്ടില്ല. കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങളുടെ വോട്ടേ ഉള്ളൂ അവിടെ. ഇബ്രാഹിം കുഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളി ജയിച്ചുകൊണ്ടിരുന്നത് വേറൊരു രീതിയിലാണ്. കാരണം വെച്ചാൽ അദ്ദേഹം ഭാഗവത സപ്താഹ കമ്മിറ്റിയുടെ ചെയർമാൻ വരെ ആയിരുന്ന ആളാണ് ഇബ്രാഹിം കുഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് ജയിക്കാൻ കഴിയും. കാരണം കടുങ്ങല്ലൂർ അമ്പലത്തിൽ സപ്താഹ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. പുള്ള നോട്ടീസ് പുള്ള അവിടെ ഉണ്ടായിരുന്നു, മുഖ്യ രക്ഷാധികാരി ഇബ്രാഹിം കുഞ്ഞ് MLA. കാരണം പുള്ളി അതിനുള്ള പൈസ അല്ല, അയാളുടെ സംവിധാനം അങ്ങനെയാണ്. അതുകൊണ്ടാണ് പുള്ളി ജയിച്ചത്. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും 7 വർഷം ജയിച്ചേക്കാം. പക്ഷേ ഈ മകനെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ഇന്റേണലി ഉണ്ടാകുന്ന പൊട്ടിത്തെറി അവിടെ ഉണ്ട്. കാരണം അബ്ദുൽ മുത്തലീബ്, മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കാൻ കാത്തു നിൽക്കുന്നു. ലീഗിൽ തന്നെ കൊള്ളാവുന്ന കുറച്ച് ആളുകളുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് രാജീവിന് ഒരു പക്ഷേ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായേക്കാം. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി നിൽക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പമാവാം രാജീവനെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മണ്ഡലത്തെ നഴ്സ് ചെയ്യുന്ന മനുഷ്യർ കോൺഗ്രസ്സുകാരുണ്ട്. കേരള കോൺഗ്രസിൻ്റെയും ചില MLA ഇങ്ങനെ മണ്ഡലത്തെ നഴ്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കളമശ്ശേരി ഞാൻ താമസിക്കുന്നത് തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ രാജീവിന് ഇതറിയാം. രാജീവ് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മണ്ഡലത്തിലല്ല എന്നുള്ള കാര്യം രാജീവിന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ടാണ് ആ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ പേഴ്സണൽ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ രാജീവ് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ്. കാരണം അത്രയധികം ഇൻവോൾവ് ആയിട്ടാണ് അദ്ദേഹം. കാരണം ഇതറിയാം, ഈ സ്റ്റിക്കി വിക്കറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ള നല്ല ധാരണ ഉള്ളതുകൊണ്ടും അയാളൊരു ഗ്രൗണ്ടഡ് പൊളിറ്റീഷ്യൻ ആയതുകൊണ്ടും ഹി വാസ് നഴ്സിംഗ് ദിസ് കോൺസ്റ്റിറ്റ്യുവൻസി ലൈക്ക് എനിത്തിങ്. അതിൻ്റെ അഡ്വാൻറ്റേജ് അയാൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രാജീവിന് കളമശ്ശേരി മണ്ഡലം നന്നായിട്ട് അറിയാം. കാരണം അയാൾ തൃശ്ശൂരിൽ നിന്ന് വന്ന് ഇവിടെ വന്നത് തന്നെ കാലുകുത്തുന്നത് തന്നെ കളമശ്ശേരിയിലാണ്, പോളിടെക്നിക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടെ സെൻറ്റ് പോൾസിൽ വിദ്യാഭ്യാസം എല്ലാം പുള്ളി ആ കളമശ്ശേരി സെൻട്രലൈസ് ചെയ്തതുകൊണ്ട് അയാൾക്കറിയാം എന്താണ് കളമശ്ശേരിയിൽ നടക്കുന്നതെന്നുള്ളൂ. ഇപ്പോൾ എറണാകുളത്ത് പറഞ്ഞാൽ ഈ തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുന്നത് BJPക്ക് പരമ്പരാഗതമായിട്ട് ശക്തിയുള്ള മണ്ഡലമൊന്നുമല്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. പണ്ട് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് പൂത്തോട്ട മുതൽ ചേരാനല്ലൂരുള്ള മണ്ഡലമായിരുന്നു. അപ്പോൾ അത് കേരളത്തിലെ ഏറ്റവും വലിയ മണ്ഡലമായിരുന്നു. ഇപ്പോൾ അത് ബൈഫർക്കേറ്റ് ചെയ്ത് തൃക്കാക്കര ഒരു മണ്ഡലവും തൃപ്പൂണിത്തുറ വേറെ മണ്ഡലമാക്കി. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി, ഉദയംപേരൂർ, പൂത്തോട്ട അടക്കമുള്ള പഞ്ചായത്തുകളും പിന്നെ ഇടക്കൊച്ചിന്ന് കുറച്ച് കയറി വന്നപ്പോഴത്തേക്കും ഹിന്ദു പിന്നെ ലത്തീൻ ക്രിസ്ത്യൻ ആ ഒരു ഇതായി. അപ്പോൾ ഈ BJP ആവട്ടെ പൊതുവേ ഈ ഈഴവ ധീവര വിഭാഗങ്ങൾ വലിയ തോതിൽ കടന്നു കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിൽ BJP വളരെ വലിയ തോതിൽ എറണാകുളം ജില്ലയിൽ കടന്നു കയറിയിട്ടുണ്ട്. ധീവര വിഭാഗത്തിലും വളരെ കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 30,000 വോട്ടോ മറ്റോ BJP പിടിച്ചു. ഇപ്രാവശ്യം അത് കൂടാൻ, നല്ല സ്ഥാനാർത്ഥിയെ കൂടാനാണ് സാധ്യത. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് K. ബാബു മത്സരിക്കുന്നില്ല എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു സ്വന്തമായിട്ട് ഇങ്ങനെ ത്യാഗസന്നദ്ധനായി മാറിയതുകൊണ്ട് മാത്രം ആരോഗ്യം പ്രശ്നം. പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് അറിയാം കോൺഗ്രസ് സ്വഭാവം തൃപ്പൂണിത്തുറ. കാരണം K. ബാബു ആണ് തൃപ്പൂണിത്തുറ മണ്ഡലത്തെ കോൺഗ്രസ് മണ്ഡലമാക്കി. അതിനു മുമ്പ് കോൺഗ്രസ് മണ്ഡലമായിട്ട് അയാളുടെ ഹാർഡ് വർക്കും അയാളുടെ കഠിനാധ്വാനമാണ് ജനങ്ങളായിട്ടുള്ള ബന്ധപ്പെട്ടത്. കാരണം അദ്ദേഹത്തെ അഭിനന്ദിച്ചേ പറ്റൂ. വലിയ തോതിൽ അദ്ദേഹം വികസന പ്രവർത്തനം നടത്തിയൊക്കെ തൃപ്പൂണിത്തുറ മണ്ഡലത്തെ കോൺഗ്രസ് മണ്ഡലമാക്കി. അദ്ദേഹം ഒന്ന് ദുർബലനായി കഴിഞ്ഞ അവസ്ഥയിൽ ഈ തൃപ്പൂണിത്തുറ കോൺഗ്രസ് മണ്ഡലം അല്ലാതായി പോകും. CPMന് വലിയ തോതിൽ കേഡർ വോട്ടുകളുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. വലിയ തോതിൽ കേഡർ വോട്ടുകളുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചാൽ ഈ കേഡർ വോട്ടുകളുടെ കുടുംബാംഗങ്ങളെല്ലാം പതിയെ BJPയിലേക്ക് പോകണം. ഈ ബാലഗോകുലമായിട്ടും മറ്റു രീതിയിലായിട്ടൊക്കെ ഈ നിങ്ങൾ ഉദയംപേരൂരും പൂത്തോട്ടയിൽ ചെന്നറിയാം. അവിടെയൊക്കെ ഈ പറയുന്ന CPM നേതാക്കളുടെ വീടുകളിലൊക്കെ ഈ പറയുന്ന പോലെ ആ രീതിയിലുള്ളൊരു അന്തരീക്ഷം വന്നു കഴിഞ്ഞു. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലായി. CPMന് മനസ്സിലായി, കോൺഗ്രസിന് മനസ്സിലായി. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം K. ബാബു മാറിക്കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ മണ്ഡലം ഒരു പക്ഷേ അതൊരു വലിയൊരു ചലഞ്ചായി മാറും. അവർക്ക് സ്ഥാനാർത്ഥിയില്ല. നമ്മളീ പറയുന്ന പോലെ ഈ സിനിമ രംഗത്ത് നിന്ന് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥി ഇറക്കിയത് എത്ര കണ്ടത് ഇതാവും നമുക്ക് പറയാൻ പറ്റില്ല. തൃപ്പൂണിത്തുറ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളത് പെട്ടെല്ലാരും വിട്ടുപോകുന്നതാണ്. K. ബാബു അല്ലാതെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വന്നാൽ CPMന് ഒരു പക്ഷേ അത് ആ മണ്ഡലം പിടിക്കാൻ കഴിയും.
അതുപോലെ തന്നെ BJPക്കും വലിയ തോതിൽ വലിയ ഒരു തോതിൽ 35,000 അതായത് വോട്ട് പിടിക്കാനുള്ള അവസ്ഥ ഇപ്പോഴുണ്ട്. പൊളിറ്റിക്കലി ഹൈന്ദവവൽക്കരിച്ച ഒരു വോട്ട് ബേസ് ഉള്ള കാരണം തൃപ്പൂണിത്തുറ മണ്ഡലം തൃപ്പൂണിത്തുറ പൊതുവേ ഒരു ഹൈന്ദവൽക്കരിക്കപ്പെട്ട പ്രദേശമാണ്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അതിൽ CPM വലിയൊരു പങ്കുണ്ട്, കോൺഗ്രസിനും പങ്കുണ്ട്, പിന്നെ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും പങ്കുണ്ട്.